എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നിങ്ങളെ എല്ലാവരെയും ശുശ്രൂഷകളിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അനേകമുണ്ട്. അതിനകത്തുള്ള ഒരു പ്രത്യേകതയാണ് അത് കേൾക്കുന്ന ഒരു ദൈവ മനുഷ്യന്, അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയ ഒരു പ്രതീക്ഷയിലേക്ക്, പുതിയ ഒരു അനുഭവത്തിലേക്ക് കടക്കുവാൻ കഴിയും. എനിക്ക് സന്തോഷത്തോടും വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ പറയാൻ കഴിയുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പുതിയ ജീവിതത്തെ നൽകുവാൻ, ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം തന്നെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ലൈഫാണ്. ദൈവവചനം അത് ദൈവത്തിൻ്റെ വാക്കാണ്, അത് ദൈവത്തിൻ്റെ ഹൃദയമാണ്, അത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനം ദൈവം ഒരാൾക്ക് കൊടുക്കുന്നത് തന്നെ അത് ലൈഫ് കൊടുക്കുന്നതിന് സമമാണ്. ദൈവവചനം കേട്ട എല്ലാവരും രക്ഷപ്പെട്ടില്ല. ദൈവവചനം കേട്ടുകൊണ്ട് നിന്ന എല്ലാവരും വിടുവിക്കപ്പെട്ടില്ല. എന്നാൽ ദൈവവചനം കേൾക്കാൻ കാതും മനസ്സും കൊടുത്ത വ്യക്തികൾ വിടുവിക്കപ്പെട്ടു. അവർക്ക് പുതിയ ഒരു ജീവിതവും പുതിയ ഒരു തുടക്കവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവവചനം കേട്ട എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ യഹൂദന്മാരിൽ വലിയൊരു ശതമാനം തന്നെ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അവർ രക്ഷിക്കപ്പെടുമായിരുന്നു. എന്നാൽ ദൈവവചനം കേൾക്കുന്നതിലൂടെ മാത്രമല്ല, കേൾക്കുന്ന വചനത്തെ ഗ്രഹിക്കുന്നതിലൂടെയും ഉൾക്കൊള്ളുന്നതിലൂടെയും വിശ്വസിക്കുന്നതിലൂടെയും ദൈവം ഒരുവനിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലൈഫ്. ദൈവത്തിൻ്റെ ജീവൻ ഒരുവനിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ, ആ ക്രിയേഷനിലൂടെ നിങ്ങൾക്ക് ആ ദൈവശക്തിയിലൂടെ, ആ ദൈവിക ജീവനിലൂടെ നിങ്ങളെ ദൈവം ഒരു ക്രിയേറ്ററാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഈ തിരുവെഴുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ, ഞാൻ ഈ തിരുവെഴുത്ത് വായിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ താങ്കളോട് പ്രവചിച്ചു പറയുന്നു, നിങ്ങളെ ദൈവം ഒരു ക്രിയേറ്ററാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സൃഷ്ടിപ്പിൻ്റെ ഒരു വ്യക്തിത്വമാക്കി, നിങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിന് ദൈവം ഓരോ വ്യക്തികളെയും അസൈൻ ചെയ്യും. ദൈവം അസൈൻ ചെയ്യും. ഞാൻ പ്രവചിച്ച് സംസാരിച്ചോട്ടെ, താങ്കളെ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ അസൈൻമെൻറ്റിലുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. 92-ാമത്തെ സങ്കീർത്തനം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എങ്കിലും എന്ന ഒരു വാക്ക് അവിടെ സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തെ നീതിമാന്റെ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. നീതിമാന്റെ 5-ാമത്തെ സങ്കീർത്തനമാണ് ഈ 92-ാമത്തെ സങ്കീർത്തനം. ഇത് ശബ്ബത്ത് നാൾക്കുള്ള ഒരു ഗീതമാണ്, ഒരു സങ്കീർത്തനമാണ്. ഇതിനെ 4 ഭാഗങ്ങളായിട്ട്, ഈ 92-ാമത്തെ സങ്കീർത്തനത്തിലെ 15 വാക്യങ്ങളെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ 92-ാമത്തെ സങ്കീർത്തനത്തെ നമുക്ക് ഒന്ന് ദൈവത്തോടുള്ള 7 വിധ കടപ്പാടുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കും. 2-ാമത്തെ ഭാഗം പഠിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള 4 വിധ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. 3-ാമത്തെ ഭാഗത്തിലേക്ക് ഇതിനെ തിരിക്കുമ്പോൾ 9 വിധ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഈ സങ്കീർത്തനത്തെ
നമുക്ക് വിഭജിക്കാൻ കഴിഞ്ഞാൽ അതിൽ 9 വിധ അനുഗ്രഹത്തിലുള്ള ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു അനുഗ്രഹം ഇതാണ്: ദൈവം ഉയർത്തുന്ന വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് കർത്താവ് കയറ്റിയിരിക്കുന്നത് ദൈവം ഉയർത്തിയവരും ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞവരും ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നവരുമാണ്. യേശുവിൻ്റെ നാമത്തിൽ സഹോദര, ഞാൻ ഇങ്ങനൊരു ദർശനം ഞാൻ കാണുകയാണ്. കുനിഞ്ഞിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ തലയെ പിടിച്ചു ഉയർത്തുന്ന ഒരു കരം, കുനിഞ്ഞിരിക്കുന്ന ഒരു വാഹന മൃഗത്തിൻ്റെ തലയെ പിടിച്ചു ഉയർത്തുന്ന ഒരു കരം. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, കാട്ടുപോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ബലിഷ്ഠമായ ഒരു ഭാഗമാണ് അതിൻ്റെ കൊമ്പ്. എന്നാൽ തല കുനിഞ്ഞിരിക്കുന്ന ഒരു കാട്ടുപോത്തിനെ സംബന്ധിച്ച് ആ കൊമ്പ് കൊണ്ട് അതിനൊരു പ്രയോജനമില്ല. തല ചരിഞ്ഞു കിടക്കുന്ന ഒരു കാട്ടുപോത്തിനെ സംബന്ധിച്ച് അതിൻ്റെ കൊമ്പ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആരോഗ്യമില്ലാത്തൊരു കാട്ടുപോത്തിനെ സംബന്ധിച്ച് അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കാട്ടുപോത്ത് എന്ന ഒരു മൃഗത്തിന് ഒരു എടുപ്പുള്ളത് അതിൻ്റെ ബലിഷ്ഠമായ ശരീരത്തോടുകൂടെ 4 കാലും കുത്തി കൊമ്പും ഉയർത്തി തലയും നിവർത്തി അതങ്ങനെ നിൽക്കുന്ന ഒരു നിപ്പാണ് ശരിക്ക് കാട്ടുപോത്ത് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പം അതിന് കൊമ്പുണ്ടായിട്ട് കാര്യമില്ല, തലയുണ്ടായിട്ട് കാര്യമില്ല, ഉടലുണ്ടായിട്ട് കാര്യമില്ല, കാലും കൈയുണ്ടായിട്ട് കാര്യമില്ല. അതിന് ഉറച്ചു നിൽക്കാൻ കഴിയണം. തല കുനിഞ്ഞിരുന്നിട്ട് കൊമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ തിരുവെഴുത്തിൽ ഇവിടെ ഭക്തൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ദൈവത്തെ വിളിക്കുന്ന കാട്ടുപോത്തിങ്കളെ, ദൈവത്തെ വിളിക്കുന്ന ഏതൊരു മനുഷ്യനെയും കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തും എന്ന് തിരുവെഴുത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ശത്രുക്കൾ ഒരു വഴിയെ ചിതറുമ്പോൾ, ശത്രുക്കൾ ഒരു വഴിയെ നശിക്കുമ്പോൾ, ശത്രുക്കൾ ഒരു വഴിയെ 7 വഴിയായി ചിതറിപ്പോകുമ്പോൾ 10ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ഞാൻ ആത്മാവിൽ ഒരു ദൈവശബ്ദം കൈമാറാം. എല്ലാ കൊമ്പുള്ള കാട്ടുപോത്തിനും തല ഉയർത്തി നിൽക്കാൻ കഴിയണമെന്നില്ല. എല്ലാ കാട്ടുപോത്തിനും ബലിഷ്ഠമായ കൊമ്പുണ്ടാകണമെന്നുമില്ല. എല്ലാ കൊമ്പും തലയുമുള്ള കാട്ടുപോത്തിന് ധൈര്യത്തോടെ ശത്രു മൃഗങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയണമെന്നുമില്ല. പക്ഷേ ദൈവം ബലപ്പെടുത്തുന്ന ഒരു മൃഗമെങ്കിലും മനുഷ്യനെങ്കിലും, ദൈവം അയക്കുന്ന ഒരു മനുഷ്യനെങ്കിലും മൃഗമെങ്കിലും, ദൈവം തുറക്കുന്ന ഒരു മൃഗമെങ്കിലും മനുഷ്യനെങ്കിലും, അതൊരു കഴുതയാണെങ്കിലും അതിൻ്റെ വായി തുറന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതൊരു ഉപദേശ ശബ്ദം തന്നെയാണ്, ചിലർക്ക് അതൊരു ദൂത് തന്നെയാണ്, ചിലർക്ക് അതൊരു ദൈവിക ഇടപെടൽ തന്നെയാണ്, ചിലർക്ക് അതൊരു ദൈവ പ്രവൃത്തി തന്നെയാണ്. ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പറയുന്നു, അഭിഷേകമുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? കൃപയുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? വായുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയുന്നില്ലേ? നീതിയുണ്ടെങ്കിലും വെളിപ്പെടുത്താൻ കഴിയുന്നില്ലേ? അവസരങ്ങൾ ഉണ്ടെങ്കിലും പ്രയോജനപ്പെടാൻ കഴിയുന്നില്ലേ? കൊമ്പുണ്ട്, തലയുണ്ട്, പേരുണ്ട്. പക്ഷേ ആ കൊമ്പിന്റെയും തലയുടെയും പേരിന്റെയും പകിട്ടിൽ മഹിമയിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ തലകുനിച്ച് നിൽക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഒരെണ്ണ നിന്റെ തലമേൽ വരുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. തലമേൽ എണ്ണയിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ കുനിഞ്ഞുപോയ തലയും കൊമ്പും, നിന്റെ കുനിഞ്ഞുപോയ തലയും കൊമ്പും ഒരു കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്റെ ദൈവം ഉയർത്താൻ സമയമായി. In the name of Jesus. തലമേൽ ദൈവം ഒരു അഭിഷേകം വെച്ചിട്ടുണ്ടോ? തലമേൽ ദൈവം ഒരു എണ്ണ പൊത്തിയിട്ടുണ്ടോ? നിന്റെ തല എല്ലാ കാലവും കുനിഞ്ഞിരിക്കത്തില്ല, നിന്റെ കൊമ്പ് എല്ലാ കാലവും താഴ്ന്നു കിടക്കത്തില്ല, നിന്റെ തല എല്ലാ കാലവും കുനിഞ്ഞിരിക്കത്തില്ല. അത് ഉയർത്തുന്ന ഒരു സീസൺ ഈ വർഷം ദൈവം ആരംഭിക്കുകയാണ്. ആമേൻ. വിശ്വസിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേൻ പറയുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേൻ പറയുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അവരുടെ കൊമ്പുയരുന്ന ഒരു വർഷം, അവരുടെ തല ഉയരുന്ന ഒരു വർഷം, അവരുടെ പേർ ഉയരുന്ന ഒരു വർഷം. എങ്കിലും ഞാൻ ഒത്തിരി എങ്കിലും എന്ന മെസ്സേജ് എടുത്തിട്ടുണ്ട്. ഒത്തിരി ഇവിടെ നമ്മൾ തിരുവെഴുത്തി വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഗത്ത് എങ്കിലും എങ്കിലും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സാധ്യത ഇല്ല എങ്കിലും, അവസരമില്ല എങ്കിലും, പ്രതീക്ഷ ഇല്ല എങ്കിലും, അങ്ങനെ പല ഒന്നിന് ഒരവസ്ഥ ഇതാണ് എന്നാലും എന്ന പദം അതാ എങ്കിലും എന്ന് പറയുന്നത്.
അങ്ങനൊരു സാധ്യത, അങ്ങനെ ഒരു അവസരം വരാൻ സാധ്യതയില്ല. എങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസീദാസന്മാരെ, എങ്കിലും എന്നൊരു പദം പ്രാർത്ഥിക്കുന്നവനുള്ള പദമാണ്. എങ്കിലും എന്നൊരു വാക്ക് ദൈവത്തെ വിളിക്കുന്നവനുള്ള വാക്കാ. എങ്കിലും എന്ന ഒരു വാക്ക് നമുക്കുള്ള വാക്കാ, വിശ്വാസിക്കുള്ള വാക്കാ, ദൈവമക്കൾക്കുള്ള വാക്കാ. എങ്കിലും എന്നൊരു വാക്ക് നമുക്ക് ദൈവം തരണമെന്നുണ്ടെങ്കിൽ, അർഹതയില്ല എങ്കിലും ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അർഹതയില്ല എങ്കിലും ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചു, അർഹതയില്ല എങ്കിലും ദൈവം അഭിഷേകം ചെയ്തു. അങ്ങനെ ഒരു അഭിഷേകം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശബ്ദം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, അങ്ങനൊരു ശബ്ദം കേട്ട താങ്കളുടെ തല, അങ്ങനൊരു അഭിഷേകം പ്രാപിച്ച താങ്കളുടെ തല, അങ്ങനൊരു ദൈവശബ്ദം കേട്ട താങ്കളുടെ തല എല്ലാ കാലവും കുനിഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. നിന്റെ മേൽ ദൈവം ഒരു കൊമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു അധികാരത്തിൻ്റെ കൊമ്പ്, ഒരധികാരത്തിൻ്റെ കൊമ്പ്, ഒരു ദൈവമഹത്വത്തിൻ്റെ കൊമ്പ്, ഒരു ഐഡൻറ്റിറ്റിയുടെ കൊമ്പ് ദൈവം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തലയെ ദൈവം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കും, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കും. 2024 തല ഉയരുമെന്ന് താങ്കൾ കരുതി ഉയർന്നില്ല എങ്കിലും, 2024 മാറ്റങ്ങൾ വരുമെന്ന് താങ്കൾ കരുതി വന്നില്ല എങ്കിലും, അത് മാറ്റം വരാത്ത വർഷമല്ല, അത് മാറ്റം വരുന്ന വർഷങ്ങളിലേക്ക് നിന്നെ ഒരുക്കിയെടുത്ത വർഷമാണ് 2023. ഇതേ ചിന്ത നിങ്ങൾ കൊണ്ടു നടന്നുവെങ്കിലും അത് വിടുതൽ നടക്കാത്ത വർഷമല്ല. അത് 25 നിങ്ങളെ തല ഉയർത്തുന്നൊരു വർഷത്തിലേക്ക് ഒരുക്കിയെടുത്ത വർഷമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ദൈവഭക്തൻ്റെ ഒരു വർഷമെങ്കിലും, ഒരു ദിവസമെങ്കിലും, ഒരാഴ്ചയെങ്കിലും കാര്യം നടക്കാത്തതോ വിടുതൽ ലഭിക്കാത്തതോ ആയ വർഷമോ ദിവസവുമായി ഞാൻ എണ്ണുന്നില്ല. അതെല്ലാം കാര്യം നടക്കുന്ന ഒരു ദിവസത്തിലേക്ക് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളുമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ഉയർത്തുന്നു എന്നല്ല അവിടെ എഴുതിയേക്കുന്നു, ഉയർത്തും, ഉയർത്തും, ഉയർത്തും. ഞാൻ അതിൻ്റെ KJV വേർഷൻ ഒന്ന് വായിക്കട്ടെ. But my horn shall thou exalt like the horn of an unicorn. I shall be anointed with fresh oil. എന്നോടുകൂടെ നിങ്ങൾ ഏത് വാക്ക് പറഞ്ഞില്ലെങ്കിലും, ഏതൊരു ഫെയ്ത്ത് ഡിക്ലറേഷൻ നിങ്ങൾ നടത്തിയില്ലെങ്കിലും, ഈ ഒരു വാക്കുണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഏറ്റവും പവർഫുൾ. എണ്ണ തേപ്പിക്കുന്നു എന്ന വാക്കിനവിടെ അനോയിൻറ്റിങ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അനോയിൻറ്റിങ്. I shall be anointed. I shall be anointed with fresh oil. ഈ പുതിയ വർഷം, ഈ പുതിയ ആഴ്ച, ഈ പുതിയ ദിവസം, ഈ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇതൊരു പുതിയ ജീവിതം എനിക്ക് ലഭിക്കുന്നൊരു വർഷമാണെന്ന്, എനിക്കൊരു പുതിയ ജീവിതം ലഭിക്കുന്ന ദിവസമാണെന്ന്, എനിക്കൊരു പുതിയ ശുശ്രൂഷ ലഭിക്കുന്ന ദിവസമാണെന്ന്, എനിക്കൊരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വീഴുന്ന ദിവസമാണെന്ന് അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ ആമേൻ പറയുകയും അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവഭക്തൻ്റെ തലയെ കുനിഞ്ഞിരിക്കാൻ അനുവദിക്കാത്ത ഒരു അനോയിന്റിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു അഭിഷേകം പ്രാപിച്ചവന്റെ തല, അങ്ങനത്തെ ഒരു ദൈവശക്തി സ്വീകരിച്ചവന്റെ തല, അങ്ങനെ പ്രത്യേകമായ നിലയിൽ കൂട്ടുകൊണ്ട് തയ്യാറാക്കിയ എണ്ണ ശിരസിന്മേൽ വീണവന്റെ തല താഴ്ത്താനോ താണിരിക്കാനോ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി
അഭിഷിക്തനെ എല്ലാ കാലവും തല താഴ്ന്നിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അഭിഷിക്ത കുടുംബമേ, എല്ലാ കാലവും വായ് കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചിട്ട് കണ്ണ് നിവർത്തി മനുഷ്യന്റെ മുഖത്ത് നോക്കാതിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ കാലവും മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ കാലവും ഉപവാസം എന്ന് പറഞ്ഞ് നിന്നെ ഒരു ഭാഗത്ത് മാറ്റിയിരുത്തി പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ദൈവത്തിന്റെ അസൈൻമെന്റിനകത്തുള്ള ഒരു വ്യക്തിത്വമാണ് താങ്കളെങ്കിൽ നിന്റെ മേൽ ദൈവം ആരുടെ മേലും വീണിട്ടില്ലാത്തൊരു സ്പെഷ്യൽ ഓയിൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് പകർന്നിരിക്കും. ആ എണ്ണ എന്റെ മേൽ വീഴുന്നതും എന്റെ കൊമ്പ് ഉയരുന്നതും ഒരുപോലെ ആയിരിക്കും. ആ എണ്ണ എന്റെ മേൽ വീഴുന്നതും എന്റെ തല ഉയരുന്നതും ഒരുപോലെ ആയിരിക്കും. ആർക്കൊക്കെയോ വേണ്ടി സ്വർഗീയ ഭണ്ഡാരം കൊണ്ട്, സ്വർഗീയ കലവറയ്ക്കകത്ത് ഒരു പ്രത്യേക കൂട്ടിട്ട് ദൈവം എണ്ണ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെയൊക്കെയോ മുറിവുകളിൽ വീഴാനുള്ള എണ്ണ ഇതിനകത്തുണ്ട്. ആരുടെയൊക്കെയോ ശുശ്രൂഷയിൽ വീഴാനുള്ള എണ്ണയുണ്ട്. ആരുടെയൊക്കെയോ ആവലാതിക്കകത്ത് വീഴാനുള്ള എണ്ണയുണ്ട്. ആരുടെയൊക്കെയോ ശിരസിന്മേൽ വീഴാനുള്ള എണ്ണയുണ്ട്. എൻ്റെ അപ്പ അത് തയ്യാറാക്കിയിരിക്കും. മനുഷ്യൻ നിന്നെ അഭിഷേകം ചെയ്യാൻ തയ്യാറല്ലായിരിക്കാം. മനുഷ്യൻ നിന്നെ എണ്ണ തേപ്പിക്കാൻ തയ്യാറല്ലായിരിക്കാം. മനുഷ്യൻ നിന്നെ ഓർഡൈൻ ചെയ്യാൻ തയ്യാറല്ലായിരിക്കാം. പക്ഷേ ഭക്തൻ എഴുതുന്നു, I shall be anointed with fresh oil. ആരുടെയെങ്കിലും മേത്ത് തേച്ചതിന്റെ ബാക്കി എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. ആരെങ്കിലും തേച്ചിട്ട് മിച്ചം ഉണ്ടായിരുന്നതിന്റെ ബാക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന ഫ്രഷ് ഓയിൽ. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മാത്രം വിശ്വാസത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓരോ ദിവസവും ഫ്രഷ് മോഡിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവർക്കും എല്ലാ ദിവസവും നല്ലതല്ല. എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ര ഹാപ്പി അല്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും. ചില ദിവസം ഭയങ്കര ചാർജ് ആയിരിക്കും, 100 ആയിരിക്കും. എന്നാൽ ചില ദിവസം 110 ആയിരിക്കും. ചില ദിവസം 100 ആയിരിക്കും. കാരണം എന്താ? ഒരു സങ്കടം, ഒരു വിഷമം, ഒരാവലാതി, ഒരു ദുഃഖം. ഈ ജീവിതം എന്നൊരു ടൈറ്റിൽ തന്നെ ഇതിന് കൊടുത്തതിൻ്റെ കാരണം അതാ. ഇതൊക്കെ ജീവിതത്തിനകത്ത് വരുന്നതാ. അനുഗ്രഹം, ഉയർച്ച, വളർച്ച, വിടുതൽ, ഭൂതം. ഇത് മാത്രമല്ലല്ലോ നമ്മൾ പ്രസംഗത്തിനകത്ത് കൊണ്ടുവരേണ്ടതും പഠിക്കേണ്ടതും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നതും. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങുന്നതും ഇങ്ങനെ പോകുന്നതുമാണ്. അപ്പം ഈ ജീവിതത്തിനകത്ത്, ഒരു ദിവസത്തെ ജീവിതത്തിനകത്ത് വരുന്ന കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കുക. അതൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ചിലർക്ക് രാവിലെ ഒരു കപ്പ് കോഫി കിട്ടിയാലേ അന്നത്തെ ദിവസം നന്നായിരിക്കത്തുള്ളൂ. എന്നാൽ ചിലർക്ക് രാവിലെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം കിട്ടിയാലേ നന്നായിരിക്കത്തുള്ളൂ. ചിലർക്ക് രാവിലെ ഒന്ന് ന്യൂസ് കേട്ടാലേ നന്നായിരിക്കത്തുള്ളൂ. ചിലർക്ക് രാവിലെ ഒന്ന് അടുത്ത് കുഞ്ഞുങ്ങളില്ലെങ്കിലും, കൂടെ അടുത്ത് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളില്ലെങ്കിലും കണ്ണു തുറക്കുമ്പോൾ ന്യൂസ് പേപ്പർ കയ്യിൽ കിട്ടിയാലേ നന്നായിരിക്കത്തുള്ളൂ. ന്യൂസ് പേപ്പർ ഒരു ദിവസം വരാതെ വട്ടുപിടിച്ച ഒരാളെ കുറിച്ച് എനിക്കറിയാം. എന്നും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കൈ നീട്ടുമ്പോൾ ചായ അല്ല വേണ്ട, ന്യൂസ് പേപ്പറാണ് വേണ്ട. അപ്പം ന്യൂസ് പേപ്പർ കോവിഡിൻ്റെ സമയത്ത് കയ്യിൽ കിട്ടാത്ത ഒരു സന്ദർഭത്തിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരു അനുഭവത്തിൽ നടന്നൊരു വ്യക്തിയെ എനിക്കറിയാം. കാര്യം എന്നാ, അത് മിണ്ടാട്ടവും ഇല്ല, മുഴങ്ങലും ഇല്ല, ഒന്നുമില്ല. കാര്യം ന്യൂസ് പേപ്പർ കിട്ടിയില്ല. അത് ഓരോരുത്തരുടെ ശീലമാണ്. എന്നാൽ അതിനെയൊക്കെ മാറ്റി തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതം, ഒരു ജീവിത ശൈലി ഒരു വ്യക്തിക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അതൊരു ചോദ്യമാണ്. തിരുവെഴുത്ത് പറയുന്നു, സാധിക്കും. കാരണം ഒരു വ്യക്തിയെ പുതിയതാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ ഫ്രഷ് ഓയിലാണ്. ഞാൻ അങ്ങനെ വിശുദ്ധ ബൈബിളിൽ പഠിക്കുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. ഒരു വ്യക്തിയെ ഒരു ഫ്രഷ് വേർഷനാക്കി മാറ്റാൻ, പഴയ ഒരു നിലവാരത്തിൽ നിന്ന്, പഴയ ഒരു ജീവിതത്തിൽ നിന്ന്, പഴയ ഒരു അവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒരു ഫ്രഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ബൈബിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ എണ്ണ, ദൈവത്തിൻ്റെ ഓയിൽ. അത് ഫ്രഷ് ഓയിൽ എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ
സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ എണ്ണയും ഈ തലയും നമ്മുടെ ജീവിതത്തെ മാറ്റിയിരിക്കും. നിങ്ങളുടെ മേൽ ദൈവം ഒരു കൊമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പ് ചിലതിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ദൈവം സ്ഥാപിച്ചതാണ്. ഒരിക്കലും കൊമ്പ് താഴേക്കല്ല ഇരിക്കുന്നത്, കൊമ്പ് എപ്പോഴും ഉയർന്നായിരിക്കുന്നത്. അത് ഉയരത്തിലുള്ളതിനെ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. എപ്പോഴും നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ, ഒരിക്കലും അതിൻ്റെ തീ നാളം ഒരിക്കലും താഴേക്കല്ല പോണേ, മേളിലേക്ക്. ഇതൊക്കെ ഒരു സൈന, മുകളിലേക്കാണ് കാണിക്കുന്നത്. സഹോദര, എന്തൊന്ന് വരണമെങ്കിലും ഉയരത്തിൽ നിന്ന് വരണം. മെഴുകുതിരി കത്തിച്ചു വെച്ചാലും വിളക്ക് കത്തിച്ചു വെച്ചാലും കൊമ്പ് കുത്തി നിർത്തിയാലും കൊടി കുത്തി നിർത്തിയാലും ഇതെല്ലാം മുകളിലേക്കേ ഇരിക്കത്തുള്ളൂ. ആരും കുഴി കുഴിച്ച് താഴേക്ക് വെക്കാറില്ല. ഇതെല്ലാം ചൂണ്ടുന്നത് ഒരിടത്തേക്കാ, ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഒരിടത്തേക്കാ, ഇതെല്ലാം നമ്മെ റൂട്ട് ചെയ്യുന്ന ഒരിടത്തേക്കാ, സ്വർഗത്തിലേക്ക്. ഞാനും ഇന്ന് ഈ തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ മാന്യ ശ്രോതാക്കളോട് ഞാൻ ആത്മനിറവിൽ പറയട്ടെ, ഞാനും നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരിടത്തേക്കാ, സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾക്കൊരാർത്തി ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരാർത്തി ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു കൊതി ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു കൊതി ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു വാഞ്ചയുണ്ടാകട്ടെ. എന്താ അത്? ഒരുവൻ അതിശക്തമായി പ്രയോജനപ്പെടുമ്പോൾ അവനെ പോലെ എനിക്കാകണമെന്നല്ല, അവനെ നിറച്ച ഉയരത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ളൊരു വാഞ്ച, അവനെ നിറച്ച ഉയരത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ളൊരു വാഞ്ച. ഉയരത്തിലുള്ളത് തന്നെ വാഞ്ചിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ വാഞ്ചിപ്പിൻ. ഉയരത്തിൽ നിന്നാകുന്നു ഏതൊരു മനുഷ്യന്റെയും പുതുമകൾ വെളിപ്പെടുന്നത്. നിങ്ങൾക്കൊരു പുതിയ ജീവിതം ഉയരത്തിൽ നിന്നാണ് വെളിപ്പെടുന്നത്. നിങ്ങൾക്കൊരു പുതിയ ശക്തി ഉയരത്തിലെ ദൈവമാണ് നൽകുന്നത്. നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം ഉയരത്തിലെ ദൈവമാണ് നൽകുന്നത്. നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ദർശനം, ഒരു പുതിയ ശുശ്രൂഷ, ഒരു പുതിയ തുറന്ന വാതിൽ, ഇതെല്ലാം ഉയരത്തിൽ നിന്നാണ് സ്വർഗം നൽകുന്നത്. കൊമ്പ് ഉയർന്നിരിക്കാനുള്ളതാ, നിങ്ങൾ ഉയർന്നിരിക്കാനുള്ളതാ. നിങ്ങൾ മലമേലുള്ളൊരു പട്ടണമായി ദൈവം നിങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നീ മറഞ്ഞിരിക്കാനുള്ളതല്ല. കൊമ്പേ, നീ ഉയർന്നിരിക്കാൻ. നിന്റെ പേര് കൊമ്പെന്ന, നിന്റെ പേര് കോടാലി എന്നല്ല, കൊമ്പെന്ന. കോടാലി ആണെങ്കിൽ പണി കഴിഞ്ഞിട്ട് മാറ്റിവെക്കാം. കൊമ്പ് എങ്ങനെ മാറ്റിവെക്കാൻ പറ്റും? ഓ ഹല്ലേലൂയ. നിന്റെ പേര് കൊമ്പെന്ന, കുളമ്പെന്നല്ല. കൊമ്പാണെങ്കിൽ തലയിലിരിക്കാനുള്ളതാ, കുളമ്പാണെ കാലിലിരിക്കണം. അപ്പൊ കൊമ്പേ, നീ ഉയർന്നിരിക്കാനുള്ളതാ. പക്ഷേ ഈ കൊമ്പിന്റെ മേൽ ചിലതിന് കണ്ണുണ്ടെങ്കിൽ, ഈ കൊമ്പ് അങ്ങനെ ഉയർന്നിരിക്കണ്ട എന്ന് ചിലർ കരുതുന്നുണ്ടെങ്കിൽ, ചില ശത്രുക്കൾ, ചില വെല്ലുവിളിക്കാർ, ചില വാദത്തിന് നിൽക്കുന്നവർ, ചില വൈരികൾ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കണ്ട എന്ന് ചിന്തിച്ചാൽ താണിരിക്കാനുള്ള തലയല്ല എന്റേതും നിങ്ങളുടേതും. ഉടരാമ ഹസ്ത റഗോറിയ ഹർത്താനിയ. ഞാൻ ആത്മാവിൽ ഒരു കാര്യം തിരിച്ചറിയുന്നു. ഇന്ന് വലിച്ചുയർത്തുന്ന ഒരു കരം, ഇന്ന് പിടിച്ചുയർത്തുന്ന ഒരു കരം ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ അരുമനാഥൻ ഇറക്കി നിർത്തുന്നത് ഞാൻ അറിയുന്നു. നീ എത്ര കുഴി കുഴിച്ച്, 6 അടി കുഴി കുഴിച്ചല്ല, 12 അടി കുഴി കുഴിച്ച് കൊമ്പുള്ള ഒരുവനെ കുഴിച്ചിട്ടാലും ആ കുഴി തുറന്ന് പുറത്തെടുത്ത് ജീവിപ്പിക്കുന്ന ഒരു കരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അരുമനാഥനെ ആരും വെച്ചിട്ടില്ലാത്തൊരു കല്ലറ എന്നൊരു പേരുവിട്ട് അരിമത്യക്കാരനായ യോസേഫ് വെള്ളശീലയിൽ പൊതിഞ്ഞു വാങ്ങിയ ആ ശവശരീരം, ആ ഡെഡ് ബോഡി കല്ലറയ്ക്കകത്തു കൊണ്ടുവച്ചു. ആരും തുറക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ കല്ല് ഉരുട്ടി വെക്കുകയും ചെയ്തു. സ്ത്രീജനങ്ങൾക്കും തുറന്നുകൂടാ, പുരുഷ പ്രജകൾക്കും തുറന്നുകൂടാ, ആരും തുറക്കരുത്. അരിമനാഥന് കാണത്തക്കവണ്ണം കൊമ്പൊന്നും പിതാവ് വെച്ചു കൊടുത്തില്ല. പക്ഷേ അവന്റെ തലമേൽ ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക എണ്ണ എന്റെ ദൈവം പ്രാർത്ഥനയുടെ മധ്യത്തിൽ തേപ്പിച്ചിരുന്നു. സഹോദര, സഹോദരി, ഒന്ന് ശ്രദ്ധിച്ചേ. കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ചിലതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ മേൽ ദൈവം തേപ്പിക്കും, തേച്ചിട്ടേക്കും. ആ ലേപനം
ഇന്നല്ലെങ്കിൽ നാളെ നീ എന്തിനാ തേച്ചെന്ന് മനസ്സിലാക്കും. അരുമനാഥന്റെ മേൽ തേച്ച എണ്ണ, അരുമനാഥനെ തേപ്പിച്ച എണ്ണ കേവലം ഒരു ഭൂതത്തെ പുറത്താക്കാനോ ഒരു കൂട്ടം രോഗികളെ സൗഖ്യമാക്കാനോ ഒരു കൂട്ടം പരീശന്മാരുടെ മുമ്പിൽ ഞാൻ വാക്ചാതുര്യമുള്ളവനാണെന്ന് തെളിയിക്കാനോ ഞാൻ ക്രിസ്തു തന്നെ എന്ന് വെളിപ്പെടുത്താനോ വേണ്ടി മാത്രമായിരുന്നില്ല. അതിനൊക്കെ ആയിരുന്നു, എന്നാൽ അതിനു വേണ്ടി മാത്രമായിരുന്നില്ല. ലേപന ഉദ്ദേശം ഒന്നും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? കൃത്യം ദൈവം സെറ്റ് ചെയ്ത ദൈവത്തിന്റെ കോടതിയിൽ, ദൈവത്തിന്റെ ഘടികാരത്തിൽ എന്റെ ദൈവം കാലനിർണയത്തിനു മുൻപേ, യുഗങ്ങൾക്ക് മുമ്പേ, ആണ്ടുകൾക്ക് മുൻപേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു അലാം ടൈം ഉണ്ടായിരുന്നു. പുത്രനെ മനുഷ്യന്റെ കരത്താൽ തൂക്കിക്കൊന്നതിന് ശേഷം 3-ാം നാളുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പക്ഷേ സ്വർഗത്തിന്റെ കോടതിയെക്കുറിച്ചോ സ്വർഗത്തിന്റെ ഘടികാരത്തെക്കുറിച്ചോ അറിയാത്ത പട്ടാളക്കാർ അന്ന് കിട്ടുന്നതിൽ ഏറ്റവും വലിയ കല്ലായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കല്ലായിരിക്കണം. വാഹന മൃഗത്തെ കൊണ്ട് ഉരുട്ടിയോ മനുഷ്യർത്ത് ഉരുട്ടി നീക്കിയോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഏറ്റവും ഭാരമുള്ളതും, മഗ്ദലക്കാരത്തി മറിയ പറയുന്നു, നമ്മളെ കൊണ്ടൊന്ന് നീക്കാൻ പറ്റാത്തതാകുന്ന ഒരു വലിയ കല്ല് അവിടെ ഉരുട്ടി വെച്ചിട്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു വീഞ്ഞും കുടിച്ച് ഒരു രാത്രി അവരങ്ങ് നീങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ലേപന ഉദ്ദേശം വെളിപ്പെട്ടു. എന്താ അത്? കേവലം ഭൂതങ്ങളെ മാത്രം പുറത്താക്കാനുള്ളതല്ലെന്നും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്നും രോഗികൾക്ക് ആശ്വാസമാകാൻ വേണ്ടി മാത്രമല്ലെന്നുള്ളതും ചില അപ്പോസ്തലന്മാരെ നിയമിക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളതും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തുള്ള ഒരു കണിയായതുകൊണ്ട് ദൈവത്തിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കൂടെ, കൊന്നടക്കിക്കളഞ്ഞാലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിശ്ചയിച്ച സമയത്തിനകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു എണ്ണയും കൂടെ ഈ പുത്രന്റെ ശിരസിന്റെ മേൽ പൊത്തിയിട്ടുണ്ടെന്നുള്ള ദൈവിക ഉദ്ദേശം വെളിപ്പെടുത്തുകയും കൂടെ ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്ന ദൈവത്തിന്റെ ശക്തിയും അഭിഷേകവും. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ മേൽ ദൈവം പുരട്ടിയ എണ്ണയും, നിങ്ങളുടെ മേൽ ശക്തി പോലെ വെളിപ്പെട്ട ഒരു ശക്തിയും, നിങ്ങളുടെ മേൽ മിന്നൽ പോലെ വെളിപ്പെട്ട ഒരു ദൈവിക കൃപയും ശക്തിയും പ്രകാശവും, നിങ്ങളുടെ മേൽ ദൈവം എന്തോ ഒഴിക്കുന്നത് പോലെ തോന്നിയ അനുഭവങ്ങളൊക്കെ എന്തിനായിരുന്നു എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില ഘട്ടങ്ങൾക്കകത്തൂടെ കടന്നു പോകണം. ഇന്നലെ ദൈവശക്തി പ്രാപിച്ചിട്ട് എനിക്കൊന്നും നടന്നില്ല, കഴിഞ്ഞ മാസം ഒരു ദൈവശക്തി അനുഭവിച്ചിട്ട് ഒന്നും നടന്നില്ല, കഴിഞ്ഞ മാസം ഞാനൊരു ദൈവകൃപ അനുഭവിച്ചിട്ട് ഒന്നും നടന്നില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോ നമ്മുടെ ആശങ്ക കൊണ്ട് ചിന്തിച്ചാലും ഒന്നോർക്കണമേ, പകർന്നതൊരു തുള്ളിയെങ്കിലും ഒരു കുടമെങ്കിലും അത് വെറുതെ ദൈവം ഒരു മനുഷ്യനെ അറിയിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിച്ച് ഒരു തുരുത്തി വീഞ്ഞും പൊട്ടിച്ച് അവരാഘോഷിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ പദ്ധതിയിട്ടു. ഇന്നേക്ക് 2-ാം ദിവസം, ഇന്നേക്ക് 3-ാം ദിവസം ഞാൻ അരുളി ചെയ്ത വാക്ക് നിവർത്തിക്കേണ്ട സമയം, എൻ്റെ മകനെ ഉയർപ്പിക്കേണ്ട സമയം. യേശുവിന്റെ നാമത്തിൽ അനേകരുടെ മുമ്പിൽ കുനിഞ്ഞു പോകാമായിരുന്ന ഒരു തല അല്ല, അക്ഷരീകമായി ക്രൂശിൽ ചരിഞ്ഞുപോയ ഒരു തല, അക്ഷരീകമായി ചില കോടതികളുടെ മുമ്പിൽ കുനിഞ്ഞുപോയ ഒരു തല എൻ്റെ ദൈവം ഉയർത്തിയത് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി കൊണ്ടാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ചില കോടതികളിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, ചില ബന്ധുജനങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, ചില വ്യക്തികളുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, സമപ്രായക്കാരുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, ഉന്നതന്മാരുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, കോടതി വരാന്തകളിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, നിയമജ്ഞന്മാരുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, അഭിഷിക്തരുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല, ദൈവവിശ്വാസികളുടെ മുമ്പിൽ കുനിഞ്ഞ നിങ്ങളുടെ തല എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഉയർത്തിയിരിക്കും. നിന്റെ മേലൊരു കൊമ്പുണ്ട്, നിന്റെ മേലൊരു എണ്ണയുണ്ട്, നിന്റെ മേലൊരു കൊമ്പുണ്ട്, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുന്നു, നിനക്ക് ദൈവം ഒരു കൊമ്പ് തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മേലൊരു എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്താനുള്ളൊരു സീസൺ ദൈവം തുടങ്ങുകയാണ്. ആ സീസൺ ആരംഭിക്കുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇന്ന് ഇതിനകത്ത്? ആ തല ഉയരാൻ പോകുകയാ. വീണുപോയി എന്ന് പറയുന്നവരുണ്ട്, ചരിഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്, ഇടിഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രദർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ദൈവം ഉയർത്തും കുഞ്ഞെ. നിന്റെ തലമേലൊരു കൊമ്പുണ്ടോ? കൊമ്പ് ഉയർന്നിരിക്കാനുള്ളതാ. ഇനിയൊരു ജീവിതമുണ്ടോ? ഇനിയൊരു ശുശ്രൂഷയുണ്ടോ? ഇനി എനിക്ക് എഴുതാൻ പറ്റുമോ? ഇനി എനിക്ക് പാടാൻ പറ്റുമോ? ഇനി എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഇനി എനിക്ക് നടത്താൻ പറ്റുമോ? ഇനി എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇനി എനിക്ക് കൊടുത്തു വീട്ടാൻ പറ്റുമോ?
കൊമ്പുയർന്നിരിക്കാനുള്ളതാ, കൊമ്പുയർന്നിരിക്കാനുള്ളതാ, കൊമ്പുയർന്നിരിക്കാനുള്ളതാ. ശലമഖയബ, കൊമ്പുയർന്നിരിക്കാനുള്ളതാ. വിശ്വസിക്കുന്നു. ഇത് പ്രസംഗമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല എന്ന്. ഇത് പ്രസംഗമല്ല. എന്തെങ്കിലും ഒന്ന് ദൈവത്തിൽ നിന്ന് കേട്ടിട്ടും കിട്ടിയിട്ടുമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കൊമ്പുയർന്നിരിക്കാനുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൊമ്പുയർന്നിരിക്കാനുള്ളത്. പക്ഷേ ഈ കൊമ്പുയർന്നിരിക്കുന്നത് കാണുമ്പോൾ ചിലതിന് കണ്ണുകടി വന്നാലും എണ്ണ ബാലൻസ് ചെയ്യും. എന്തിനാ എണ്ണ വെക്കുന്നത്? ആടിൻ്റെയൊക്കെ എണ്ണയിൽ പൗരസ്ത്യ ദേശങ്ങളിൽ ആടിൻ്റെയൊക്കെ മേൽ എണ്ണ വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതിനെ മേൽ ഈച്ച കുത്താതിരിക്കാനാ. അതിൻ്റെ മേൽ വേണ്ടാത്ത ജീവികൾ കയറി അതിൻ്റെ മൂക്കിലും മറ്റും കയറി ഇൻഫെക്റ്റഡ് ആകാതിരിക്കാനുള്ള. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. എനിക്കതിൻ്റെ പൂർണ്ണ രൂപം അറിയത്തില്ല. ഞാൻ കേട്ട അറിവേ എനിക്കുള്ളൂ. അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ പല കാരണങ്ങളിലൊന്ന് അതാണ്. അതിൻ്റെ മേലെ എണ്ണ വെക്കുന്നതിൻ്റെ ഉദ്ദേശം അതാ. എനിക്കതിൻ്റെ പൂർണ്ണ രൂപം അറിയത്തില്ല. എന്നേക്കാൾ നന്നായി ഒരു പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ചില ക്ഷുദ്രജീവികൾ കുത്താതിരിക്കാനും ചില ക്ഷുദ്രശക്തികൾ ഞോണ്ടാതിരിക്കാനും ദൈവം എൻ്റെയും നിങ്ങളുടെയും മേൽ അവിടുത്തെ കലവറയിൽ തയ്യാറാക്കി എണ്ണ വെച്ചിട്ടുണ്ട്. ഐ ഷാൽ ബി അനോയിന്റഡ് വിത്ത് ഫ്രഷ് ഓയിൽ. അഭിഷേകം ഉണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതം ഉണ്ടായിരിക്കും. അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കും. അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ജീവിതം മാറിയിരിക്കും. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. പഠിയേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഞാനുമെൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. കുടുംബം നിൽക്കുന്നതാണെങ്കിലും കുട്ടികൾ നിൽക്കുന്നതാണെങ്കിലും കൂടപ്പിറപ്പ് കൂടെ നിൽക്കുന്നതാണെങ്കിലും കൂട്ടുകാർ കൂടെ നിൽക്കുന്നതാണെങ്കിലും ഒരു കൂട്ട് നമ്മുടെ മേൽ വീണതിൻ്റെ പ്രത്യേകതയാണ്. ഒരു കൂട്ട് നമ്മുടെ മേൽ വീണതിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, താഴ്ചയ്ക്കകത്ത് നിന്നായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ഇടിഞ്ഞുപോയി ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ലെന്ന് പറയുന്ന സന്ദർഭത്തിലൊക്കെ ആയിരിക്കാം നമ്മളെല്ലാവരും നിൽക്കുന്നത്. എല്ലാവർക്കും ഓരോരോരോ ഒന്നിലധികവും കാര്യങ്ങളുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും ഉണ്ട് പല കാര്യങ്ങൾ, പല അവസ്ഥകൾ, പല കമ്മിറ്റ്മെൻറ്റുകൾ, ഉത്തരം കിട്ടേണ്ടതും ഉത്തരം കാണേണ്ടതുമാകുന്ന വിഷയങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് ധൈര്യത്തിൽ നിൽക്കുന്നു? എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു? എന്തിൽ വിശ്വസിക്കുന്നു? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതാ അതിൻ്റെ പ്രത്യേകത. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. പൗലോസിന്റെ ഉറപ്പ് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിലും ദൈവം പകർന്ന അഭിഷേകത്തിലുമാണ്. എൻ്റെയും നിങ്ങളുടെയും
ഉറപ്പെന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിലും ദൈവം പകർന്ന അഭിഷേകത്തിലുമായിരിക്കണം. ഒരു ജീവിതം പുതിയതായി ഉണ്ടാകുമോ, ഒരു നല്ലൊരു നാളെ എനിക്കുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും എന്ന അന്തരാത്മാവിൽ നിന്നൊരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളെ ആര് വിളിച്ചു എന്നറിയണം. അതൊരു പാസ്റ്റർ വിളിച്ചതല്ല, അതൊരു പാസ്റ്ററുടെ വൈഫ് വിളിച്ചതല്ല, അതൊരു സഭ വിളിച്ചതല്ല, അതൊരു ചേർച്ച് വിളിച്ചതല്ല, അതൊരു മനുഷ്യ വിളിയല്ല, അത് ദൈവവിളിയാ. അത് കേട്ടതൊരു പക്ഷെ പാസ്റ്ററുടെ വായിൽ നിന്നായിരിക്കാം, അത് കേട്ടതൊരു പൊതുയോഗത്തിൽ നിന്നായിരിക്കാം, അത് കേട്ടതൊരു പരസ്യയോഗത്തിൽ നിന്നായിരിക്കാം, ആ വിളി നിങ്ങൾ കേട്ടതൊരു ട്രാക്റ്റിലൂടെ ആയിരിക്കാം, ആ വിളി കേട്ടതൊരു ദൈവവചന ബോർഡിലൂടെ ആയിരിക്കാം, ഒരു ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചേക്കുന്ന വചനത്തിലൂടെ ആയിരിക്കാം, അത് കേട്ടതൊരു ഗാനത്തിലൂടെ ആയിരിക്കാം, അത് കേട്ടതൊരു പ്രാർത്ഥനാ ഗീതത്തിലൂടെ ആയിരിക്കാം. പക്ഷേ വിളി വന്നത് ഉയരത്തിൽ നിന്നാണ്. വിളി വന്നത് ഉയരത്തിൽ നിന്നാണ്. ആ ദൈവത്തിലും ആ ദൈവം പകർന്ന അഭിഷേകത്തിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും, ഒരു നല്ല മിനിസ്ട്രി, ഒരു നല്ല ഭാവി, ഒരു നല്ല ദിവസം തീർച്ചയായിട്ടും ഉണ്ടാകും. വായിച്ച വാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അവൻ എങ്കിൽ 9-ാമത്തെ വാക്യം മതി. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. 11-ാമത്തെ വാക്യോടെ വായിക്കാം. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. എന്നെ ഒന്ന് കേട്ടെ, വളർച്ച മുരടിച്ചിരിക്കുകയാണോ? എല്ലാ മേഖലയിലുള്ള വളർച്ചയ്ക്കും ലോക്ക് വീണിരിക്കുകയാണോ? എല്ലാ മേഖലയും എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയും, ഒരു മനുഷ്യന് പല മേഖലകൾ തുറന്നു കിടന്നാലേ അവന് വളരാനൊക്കത്തുള്ളൂ. കേവലം വേരിന് വെള്ളം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, വളർന്നു പൊങ്ങാനുള്ള ഒരന്തരീക്ഷവും കൂടെ അതിനുണ്ടാകണം. ആരും ദേവദാരു മരം കൊണ്ട് ഷീറ്റിട്ട വീടിനകത്ത് നടാറില്ല. ഷീറ്റിട്ട വീടുണ്ട്, ഞാൻ നിറയെ വെള്ളവും ദിവസവും 3 നേരം ഞാൻ കഴിച്ചില്ലെങ്കിൽ 3 നേരം ഞാൻ ദേവദാരുവിന് വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന് ആരും പറയാറില്ല. കാര്യം എന്നാ? ഷീറ്റിട്ട കെട്ടിടത്തിനകത്തല്ല ദേവദാരു നടുന്നത്, തുറന്നു കിടക്കുന്ന ഒരു പ്രതലത്തിൽ, തുറന്നു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് മരം നടുന്നത്. ദേവദാരു എന്നല്ല, ഏത് മരമാണെങ്കിലും. വാഴ പോലും വീടിനകത്ത് നടാറില്ല, വീടിൻ്റെ പുറത്തേ നടാറുള്ളൂ. അപ്പം എന്നാ? വേരിന് വെള്ളം കിട്ടാഞ്ഞിട്ടല്ല മോനെ വളരാത്തേ, ഇതിന് വളർന്ന് പൊങ്ങാനുള്ള ഒരു തലമില്ല, എന്തോ മുകളിൽ തടയുന്നു. ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ദേവദാരു പോലെ വളരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടയുന്ന ശത്രു ഇല്ലാഞ്ഞിട്ടല്ല നീ വളരുമെന്ന് ദൈവം ഇങ്ങോട്ട് അറിയിച്ചേ. മരം നടുന്ന, വാഴ കുത്തുന്നത് കൊല വെട്ടാൻ തന്നെ, ചന്ദനമരം നടുന്നത് തടി മുറിക്കാൻ തന്നെ, ദേവദാരു നടുന്നത് വളരാൻ തന്നെ, തെങ്ങ് നടുന്നത് തേങ്ങ എടുക്കാൻ തന്നെ. അപ്പോൾ വളരണം എന്ന ഉദ്ദേശത്തിലേ നടാറുള്ളൂ. തെങ്ങ് നട്ടിട്ട് ഞാൻ നിന്നെ വളർത്തും ആരും പറയാറില്ല. വാഴ നട്ടിട്ട് ഞാൻ നിന്നെ വളർത്തും പറയാറില്ല. വളർത്താൻ തന്നെ നടുന്നേ. പക്ഷെ വളർത്തും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വളരാൻ വിടത്തില്ല എന്നൊരു ഭീഷണി അതിനുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ ഭീഷണിയെ ക്യാൻസൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ വാളിന്നിറങ്ങും. നിന്റെ തല ഉയർത്തത്തില്ല എന്ന്, നിന്റെ കൊമ്പ് ഇത്രയും പൊങ്ങിയാൽ മതി, ഇനി നീ കൊമ്പ് പൊക്കണ്ട എന്ന് പറയുന്ന ശബ്ദമുള്ളത് കൊണ്ട് തന്നെ ദൈവം പറയുന്ന നിന്റെ തല ഉയർത്തു എന്ന്, എൻ്റെ തല ഉയർത്തു എന്ന്, നിന്റെ കൊമ്പ് ഉയർത്തു എന്ന്, എൻ്റെ കൊമ്പ് ഉയർത്തു എന്ന്, നീ ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്ന്, വളർച്ചയ്ക്ക് തടസ്സമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ വളരുമാറാക്കും. നട്ടവനും നനച്ചവനും ഏവനുമില്ല, വളരുമാറാക്കുന്നത് ദൈവം. കമോൺ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വളർച്ചയെ തടയുന്ന ചില ശത്രുമണ്ഡലങ്ങളെ സ്വർഗം പൊട്ടിച്ചെറിയുക. ഈ സെക്കൻഡിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, അഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച്, നിന്റെ വളർച്ചയെ തടയുന്ന, ഉയർച്ചയെ തടയുന്ന, പ്രോസ്പെരിറ്റിയെ തടയുന്ന എല്ലാ ശത്രു മണ്ഡലങ്ങളും, ശുശ്രൂഷയെ തടയുന്ന എല്ലാ ശത്രു മണ്ഡലങ്ങളും സ്വർഗത്തിന്റെ തീയിറങ്ങട്ടെ.
പ്രാർത്ഥിച്ചോ. നിന്റെ തല ഉയരാൻ സമയമായി സുഹൃത്തേ. നിങ്ങളുടെ തല ഉയരാൻ സമയമായി. തല കുനിഞ്ഞിരുന്നത് മതി. ചില വർഷങ്ങൾ തല കുനിഞ്ഞിരുന്ന വർഷങ്ങൾ കാണാം. ചില വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്താൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വചനം നീതിയുള്ളത്, എൻ്റെ ദൈവത്തിൻ്റെ വചനം സത്യമായത്, എൻ്റെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളത്. ആ ജീവനുള്ള വചനത്തിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടാൽ യേശുവിൻ്റെ നാമത്തിൽ ദേവദാരുവായി നട്ട നിന്നെ വളരുവാൻ എൻ്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലെബാനോനിൽ നട്ടതുപോലെ വളർന്നിരിക്കും. നിങ്ങളുടെ ശുശ്രൂഷ വളരും, അഭിഷേകം വളരും, ജീവിതം വളരും. സകലത്തിന്മേലും ഒരു മാറ്റമുണ്ടാകട്ടെ, എല്ലാത്തിന്മേലും ഒരു മാറ്റമുണ്ടാകട്ടെ. വളർത്തുകയില്ലെന്ന്, കൊമ്പുയർത്താൻ അനുവദിക്കുകയില്ലെന്ന്, തല ഉയർത്താൻ അനുവദിക്കുകയില്ലെന്ന്, എണ്ണ നിന്നെ തേക്കാൻ അനുവദിക്കത്തില്ലെന്ന്, തേച്ച എണ്ണമേൽ നിന്നെ നിർത്തത്തില്ലെന്ന്, നിന്നെ വഴുവഴുപ്പിനകത്താക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങൾക്ക് നേരെ അഭിഷേകത്തോടെ പ്രതികരിക്കാം. ഒരു ദൈവശക്തി ആഞ്ഞടിക്കുന്നു. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. ഒരു ദൈവശക്തി ആഞ്ഞടിക്കുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അടുത്ത ദിവസത്തേക്ക് വേണ്ടി നിൽക്കണ്ട, അടുത്തൊരു സമയത്തേക്ക് വേണ്ടി നിൽക്കണ്ട, അടുത്തൊരു അവസരത്തിലേക്ക് വേണ്ടി നിൽക്കണ്ട. ഇന്നൊരു ദൈവശക്തി ഇറങ്ങിയത് എൻ്റെ തലയെ ഉയർത്താനാണെന്ന്, എൻ്റെ ജീവിതത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കാനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുക. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന ദൈവം. മറ്റു മൃഗങ്ങളുമായി കാട്ടുപോത്തിന്റെ കൊമ്പ് താരതമ്യപ്പെടുത്തണ്ട. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ബലം വേറെയാ. ഒരു ചുള്ളി ഒടിച്ചു കളയുന്നത് പോലെ ഒടിച്ചു കളയാൻ പറ്റുന്ന കൊമ്പല്ലത്. കമോൺ, എല്ലാവരെയും തകർക്കുന്നത് പോലെ അഭിഷേകമുള്ളവനെ തകർക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും നേരെ നിൽക്കുന്നത് പോലെ അഭിഷേകമുള്ളവന് നേരെ നിൽക്കാൻ പറ്റുകയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ശത്രു ചിതറുന്നു. അഭിഷേകമുള്ളവന്റെ നേരെ നിൽക്കുന്ന ശത്രുക്കൾ ചിതറട്ടെ, ശത്രുത ചിതറട്ടെ. എല്ലാ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു വീഴ്. പ്രാർത്ഥിക്കുന്നവരുടെ മേലൊരു ഭയങ്കര ഡെലിവറൻസ് വെളിപ്പെടുകയാണ്. ഒരു അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഓ ജീസസ്, അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. വചനം അങ്ങയുടേതാകുന്നു, സംസാരിച്ച ആത്മാവും അങ്ങയുടേതാകുന്നു. നൽകിയ ദൈവസാന്നിധ്യം, നൽകിയ ബലം, നൽകിയ ദൈവശബ്ദം, അപ്പാ, അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു. ഈ അഭിഷേകം, ഈ ശക്തി, ഈ വിശുദ്ധി, വിശ്വസ്തത ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്താം എന്ന് പറഞ്ഞ ദൈവമേ, ഈ കൊമ്പും തലയും താഴാൻ ദൈവം അനുവദിക്കരുത്. ഈ കൊമ്പിനും തലയ്ക്കും നേരെയുള്ള സകല ശത്രു ദൃഷ്ടിയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് അതിനെ നിഷ്ക്രിയവും നിർവീര്യവുമാക്കി കളയുന്നു.
എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.